എന്താണ് കണ്ടിന്യൂസ് ലൈറ്റ്? തുടർച്ചയായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശത്തെയാണ് നമ്മൾ കണ്ടിന്യൂസ് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിലേറ്റവും വലിയ കണ്ടിന്യൂസ് ലൈറ്റിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് സൂര്യനാണ്. നമ്മളെ ക്യാമറയും മറ്റ് ഇമേജിങ് എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ ഡിസൈൻ ചെയ്യുന്നത് സൂര്യപ്രകാശത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. സൂര്യപ്രകാശത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് കളേഴ്സ് വരുന്നത് എന്നുള്ളതൊക്കെ കണക്കൂട്ടിയാണ് എഞ്ചിനീയേഴ്സ് ക്യാമറകൾ ഡിസൈൻ ചെയ്യുന്നത്. സൂര്യപ്രകാശത്തിൻ്റെ അഭാവത്തിൽ നമുക്ക് വൈദ്യുതി ഉപയോഗിച്ചിട്ടുള്ള മറ്റ് വിളക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. ഇതിനായിട്ട് വീടുകളിൽ ഉപയോഗിക്കുന്ന ടങ്സ്റ്റൺ ലാമ്പുകൾ അല്ലെങ്കിൽ പഴയ ബൾബുകൾ നമുക്ക് ഉപയോഗിക്കാം, LED ഉപയോഗിക്കാം, ട്യൂബ് ലൈറ്റുകൾ ഉപയോഗിക്കാം. അതുപോലെ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തീക്കൂന ഉപയോഗിക്കാം, മെഴുകുതിരി വെളിച്ചം ഉപയോഗിക്കാം. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ലൈറ്റിംഗ് സോഴ്സും ആർട്ടിഫിഷ്യലായിട്ട് ഉപയോഗിക്കാം. നാച്ചുറൽ ലൈറ്റിൻ്റെ ഒരു പെർഫെക്ഷൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിന് കിട്ടില്ല എങ്കിലും പല സിറ്റുവേഷനിലും ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ ആശ്രയിക്കേണ്ടി വരും. അതും കണ്ടിന്യൂസ് ലൈറ്റാണ് പലപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഇടതടവില്ലാതെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശത്തിൽ ഫോട്ടോ എടുക്കുക എന്നത് വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. എങ്കിലും ഈ കണ്ടിന്യൂസ് ലൈറ്റ് നാച്ചുറൽ ലൈറ്റ് ആണെങ്കിൽ വളരെയധികം പെർഫെക്ഷനുള്ള ഫോട്ടോ നമുക്ക് കിട്ടും. എന്നാൽ അത് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആണെങ്കിൽ നമുക്ക് ഒരല്പം ബുദ്ധിമുട്ടിയാൽ മാത്രമേ നല്ല ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. അടുത്ത സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് സ്ട്രോബ് ലൈറ്റ് എന്നാണ്.